നമ്മുടെ പാറപ്പള്ളിയിൽ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ലൊക്കേഷനും കാര്യങ്ങളും അറിഞ്ഞില്ല എന്ന് വേണ്ട കേട്ടോ. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കടുത്ത് കൊല്ലത്താണ് ഈ ഒരു പാറപ്പള്ളി ഉള്ളത്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ നേരെ മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അല്ലേ ആദൻ നബിയുടെ കാൽപാത ഉള്ളതെന്ന്. ഞാൻ പറഞ്ഞു ഇതാണ് ആദൻ നബിയുടെ കാൽപാത പതിഞ്ഞ പാറ കഷ്ണം എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി എന്താക്കുകയാണ് അതിങ്ങനെ നോക്കുക കേട്ടോ. ആടെന്ന് അതൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇത് കാണാം. മക്കാമിലേക്കുള്ള വഴിയാണ് ഇരുന്ന് പാറപ്പള്ളി മക്കാമിലേക്കുള്ള വഴിയാണ് കാണിച്ചു തരുന്നത്. പിന്നെ ഞങ്ങൾ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് എന്ത് കാണുന്നത്, കൂടെയുള്ള സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിസ്കരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഭാഗമാണ്. അത് സ്ത്രീകൾക്ക് നിസ്കരിക്കാനായിട്ട് എന്താക്കിയാണ് വെച്ചതാണ്, അവർക്ക് മാത്രം നിസ്കരിക്കാൻ. അത് കണ്ടതിന് ശേഷം നേരെ മുന്നോട്ടേക്ക് നമ്മൾ നടക്കുകയാണ്. നമ്മളിപ്പം നേരെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മക്കാമിലേക്കാട്ടോ. ഒരു സൈഡിലും അപ്പുറത്തെ സൈഡിലും ഒക്കെ എന്താണ് ഖബർസ്ഥാനുകളാണുള്ളത്. അതിൻ്റെ നടുവ് കൂടിയാണ് നമ്മൾ എന്താക്കുന്നത് മക്കാമിലേക്ക് പോകുന്നത്. എനിക്ക് അധികം ചരിത്രങ്ങളൊന്നും അറിയാത്തതിനെ കൊണ്ട് മക്കാമിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അറിയാത്തതിനെ കൊണ്ടും എനിക്ക് പറയാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താക്കി നേരെ ഉള്ളിലേക്ക് കയറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രത്യേകതരം പോസിറ്റീവായിട്ടുള്ള എനർജികളാണ് നമുക്ക് അനുഭവപ്പെടുക. അങ്ങനെ ഞങ്ങൾ എന്താക്കി നേരെ മുന്നോട്ടേക്ക് പോകാനുള്ള പരിപാടിയായി. ഇതൊക്കെ ഖബറാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ മക്കാമിൻ്റെ ഉള്ളിലേക്ക് കയറി. ഒട്ടനവധി വിശ്വാസികൾ എന്തുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കുണ്ട് കേട്ടോ. ഏത് മതക്കാർക്കും പോകാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് നമ്മുടെ സ്വന്തം പാറപ്പള്ളി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്താക്കി നേരെ ഉള്ളിലേക്ക് കയറി മക്കാമൊക്കെ കണ്ട് അവിടുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് നടന്ന് നമ്മുടെ ബീച്ചിൻ്റെ അരിയത്തേക്ക് പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ മക്കാമിൽ പോകാത്ത ആൾക്കാർക്ക് ബീച്ചിലേക്കും വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അത്ര അടിപൊളി വൈബും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ബീച്ചിൻ്റെ അരിയത്തു നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ വന്ന ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നിന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കിണറുണ്ട്. ആ കിണറ്റിലെ വെള്ളത്തിന് ഉപ്പ് രസം ഉണ്ടാവില്ല എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു കിണറാണ് നമ്മളിപ്പം കാണാൻ വേണ്ടി പോകുന്നത്. അതാണ് ഈ ഒരു കിണർ. ഈ കിണറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒട്ടനവധി ആൾക്കാർ ക്യാനിലൊക്കെ വെള്ളമൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിന് ഉപ്പ് രസമല്ല, കടലിൻ്റെ നേരെ സൈഡിലാണെങ്കിലും നല്ല സാധാ അടിപൊളി വെള്ളമാണ് അതിന് കിട്ടുക. നല്ല അടിപൊളി തണുത്ത വെള്ളം. അങ്ങനെയെല്ലാം കൂടി ഞങ്ങൾ എന്താക്കാണ് അതൊക്കെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഈ സൈഡിൽ കൂടി തന്നെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബുള്ള ഒരു സ്ഥലമുണ്ട് മോനെ, ഒരു രക്ഷയില്ലാന്ന്. അതായത് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ര അടിപൊളിയായിട്ടുള്ളൊരു ഭാഗം ഉണ്ടാവില്ലേ, അത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഭാഗം തന്നെ. അത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടോ. ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ പോയിട്ട് വൈകുന്നേരം ആകുന്ന സമയത്തൊക്കെ പോയി ഇരിക്കാൻ പറ്റിയ ഒരു ബീച്ചും കൂടിയാണ് ഇത്. കണ്ടില്ലേ, വേറെ എവിടെയോ ഉള്ളതിൻ്റെ തൊട്ടല്ലേ ഈ ഒരു ഭാഗം ഈ അടുത്താണ് എന്താക്കിയത് ഇവരിങ്ങനെയൊക്കെ ആക്കിയെടുത്തത്. അപ്പോൾ ഇതേമാതിരിയുള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. പോയവർ കമൻറ്റും ചരിത്രം അറിയുന്നവർ കമൻറ്റും അടിക്കുക.